നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വഴി, നമുക്ക് അതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും, ഒരുപാട് പെയിൻ ഉണ്ടാവും, ഒബ്വിയസ്ലി ഉണ്ടാവും. ഈ ഒരു പോയിന്റിൽ എന്തായാലും എല്ലാവരും തളരും, മെന്റലി വീക്ക് ആവും, അൺസ്റ്റേബിൾ ആവും. ഇതിൻ്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ ഇമോഷണലി നമ്മളെ ട്രിഗർ ചെയ്യുന്ന ഫാമിലി എന്നുള്ള ബാക്കി കാര്യങ്ങൾ, അല്ലെങ്കിൽ ബ്രേക്കപ്സ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടെ കൊണ്ട് നമ്മൾ നടന്നു പോകും. എന്തായാലും ആ ഒരു പോയിന്റ് എന്തായാലും ഒരു ടൈമിൽ കഴിയുമല്ലോ. ഇപ്പൊ 2021 ഒരാൾ ഭയങ്കര ഒരു ഡൗൺഫോൾ, അങ്ങനെ ഒരു പോയിന്റ് വന്നു. ഒരു 1-2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ആ ഒരു മൊമെന്റ് കഴിഞ്ഞ് അയാൾ ഒരു 2 വർഷം 2023 കയറി വന്നു. അയാളുടെ ആ ഒരു എല്ലാ പ്രശ്നങ്ങളെല്ലാം മാറി, അയാൾ ഹീലായി, ഓക്കെ ആയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഹീലിംഗ് ടൈമിനെക്കാട്ടിലും സൂക്ഷിക്കേണ്ടത് ഈ ഓക്കെ ആവുന്ന ടൈമാണ്. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. അപ്പം ഹീലിംഗ് ടൈമിനെക്കാട്ടിലും ഓക്കെ ആയിട്ടുള്ള ടൈം സൂക്ഷിക്കുക എന്ന് പറയും. കാര്യം ആ ടൈമിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളിൽ പല പല കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യും. ചിലപ്പോൾ ഇത്രയും ഞാൻ സ്ട്രഗിൾ ചെയ്താണ് ഇതുവരെ വന്നതെന്നായിരിക്കും ചില ആൾക്കാർ വിചാരിക്കുക. ചിലപ്പോൾ എൻ്റെ കഷ്ടകാലം തീർന്നല്ലോ, ഇനി എനിക്ക് നല്ല സമയമായിരിക്കും, ഇങ്ങനെയൊക്കെ വിചാരിക്കും. സത്യം പറഞ്ഞാൽ എപ്പോഴും ആ ഒരു ഇതിനൊരു ഗ്രാഫായിട്ട് കാണുക എന്നുള്ളതാണ്. ആ ഒരു ഹീലിംഗ് ടൈമിൽ ഭയങ്കരമായിട്ട് കയറി നിൽക്കുന്ന സമയത്ത് ഇതൊരു ഗ്രാഫാണ്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു ഗ്രാഫാണ്. അതായത് ഇതിങ്ങനെ ഇങ്ങനെ നമ്മൾ മറ്റേ കമ്പ്യൂട്ടറിൽ മറ്റേ മെഡിക്കൽ ഇതിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ ഒരു ഗ്രാഫാണ്. അങ്ങനെ ഒരു ഹീലിംഗ് ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് വേണമെങ്കിൽ നിങ്ങളുടെ രീതിക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഹാപ്പിനെസ് മാത്രം സീക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിൻ്റെ ഇടയിൽ വേറെയും കുറേ പ്രശ്നങ്ങളും എല്ലാ സാധനങ്ങളും വരും. ഇവിടെയാണ് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്.